ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ മൂർത്തി, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ജോബി മാത്യു, ശ്രീ PS സുരേഷ്, ശ്രീ രവീന്ദ്രനാഥ്, സബിൽ തോമസ് ആൻഡ് എല്ലാം മറ്റീ വേദികളിലും സദസ്സിലുമുള്ള പ്രിയമുള്ള അതിഥികളെ, ഇന്നത്തെ ഈ പരിപാടിയിൽ മികച്ച വിദ്യാർത്ഥികളെന്ന നിലയിൽ മികച്ച നേട്ടം നേടിയിട്ടുള്ളവരാണ് ഈ ലാപ്ടോപ്പ് ഏറ്റുവാങ്ങാനായിട്ട് എത്തിയിട്ടുള്ളവരുടെ ആ കുട്ടികൾ, അവരുടെ രക്ഷകർത്താക്കൾ, പ്രിയമുള്ളവർ. മികവനായൊരു ലാപ്ടോപ്പ് എന്നാണ് ഈ പരിപാടി പേര്. അപ്പോൾ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഭാവിയിൽ നല്ല വിദ്യാഭ്യാസം നിങ്ങൾ നേടണം എന്നുള്ളതാണ് ഇങ്ങനൊരു പരിപാടിയിൽ നിങ്ങൾക്ക് ഈ എഡ്യൂക്കേഷൻ്റെ ഒരു സപ്പോർട്ട് തരുന്നതിൻ്റെ ഉദ്ദേശം. പരിപാടി രാവിലെ 11:30 നടത്താമെന്നാണ് വിചാരിച്ചിരുന്നത്. അസംബ്ലി ഉള്ളതിനിടയ്ക്കാണ്. അപ്പോൾ അസംബ്ലി നേരത്തെ ഇന്ന് പിരിഞ്ഞെന്ന് പറഞ്ഞാൽ ചില സാധാരണ അസംബ്ലിയിലൊക്കെ ഉണ്ടാകുമ്പോൾ ചില പ്രതിഷേധമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ക്യാബിനറ്റ് മീറ്റിംഗ് വന്നു 11:30. അസംബ്ലി കഴിഞ്ഞ് വൈകിട്ട് 5 മണിക്ക് കൂടേണ്ടതാണ്. ക്യാബിനറ്റ് മീറ്റിംഗ് വന്നാൽ പിന്നെ സെക്രട്ടേറിയറ്റിൽ പോയി കൂടിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിശക്കുന്ന സമയമായി, യോഗം നീണ്ടു പോകുന്നത് ശരിയല്ല. നിങ്ങൾ പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വല്ല പരിപാടി നടന്നോന്ന് എനിക്കറിയില്ല. ഞാനെന്തായാലും അധികം സമയം എടുക്കുന്നില്ല. ഈ ഏഷ്യാനെറ്റും ACVയും കേരളത്തിലെ ഈ ഡിജിറ്റൽ യുഗത്തിന് വലിയ ഒരു വിപ്ലവകരമായ തുടക്കം കുറിച്ച സ്ഥാപനങ്ങളാണ്. ഏഷ്യാനെറ്റിൻ്റെ ഭാഗമായിരുന്നു ACV. ഇപ്പോൾ ACV ഏഷ്യാനെറ്റും 2 കമ്പനിയാണ്. ഒന്ന് ചാനൽ, അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ ACV നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേബിൾ ഓപ്പറേറ്റർ ഇപ്പോഴും ACV ആണ്. കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ACVയുടെ കേബിളുണ്ട്. കേബിൾ മാത്രമല്ല, കേബിൾ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഇൻ്റർനെറ്റ് ഇതുവഴി കൊടുക്കുന്ന, ഇപ്പോൾ ഞാനും ഏഷ്യാനെറ്റിൻ്റെ കസ്റ്റമറായിരുന്നു. 2 തരത്തിലും, കേബിളിൻ്റെ ആയാലും ചാനൽ ഈ ഇൻ്റർനെറ്റിൻ്റെ ആയാലും. അപ്പോൾ അങ്ങനെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ആദ്യകാലത്ത് വരുമ്പോൾ അന്നത്തെ ആളുകൾക്കറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്ര അറിയില്ല. കാരണം വളരെ ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ ഉപയോഗിച്ചവരാണ്. നമുക്ക് മുമ്പുള്ള തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല. കാരണം ഈ 2G എന്താ, 3G എന്താ, 4G എന്താ, 5G എന്താന്നൊക്കെ ചിന്തിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ വളരെ പെട്ടെന്ന് അക്കങ്ങൾ എണ്ണുന്ന പോലെയാണ് ഈ മാറ്റം ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ടെലിവിഷൻ തന്നെ വരുമ്പോൾ, ഇപ്പോൾ ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ ഒരു പരിപാടിയുണ്ട്, അവരുടെ 30 ഇയേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് ഇൻ ദി ഈവനിങ്. അപ്പോൾ അതുപോലുള്ള ഒരു ആദ്യമായിട്ട് ഒരു സ്വകാര്യ ടെലിവിഷൻ സമ്പ്രദായവും ഇതുപോലെ കേബിളും വരുന്നത് കേരളത്തിലാണെന്നാണ് ധാരണ. ACV ആയിരിക്കും ആദ്യത്തെ കേബിൾ ശൃംഖല. സോ ഫസ്റ്റ് ഇൻ ദ കൺട്രി, വലിയൊരു രാജ്യമാണ്. പക്ഷേ കേരളത്തിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ കേരളത്തിന് ടെക്നോളജിയോട് ഏത് കാലഘട്ടത്തിലും താല്പര്യമുണ്ടെന്നുള്ളതുകൊണ്ടാണ്. അതിനുശേഷമാണ് BSNLൻ്റെ ടെലിഫോൺ ലൈൻ വരികയായിരുന്നു ആദ്യം ഇൻ്റർനെറ്റ്. പിന്നെ ആ ഇൻ്റർനെറ്റ് ഇങ്ങനെ വന്നു തുടങ്ങി. ആദ്യത്തെ ഇൻ്റർനെറ്റ് കാലത്തൊക്കെ ഇങ്ങനെ കറങ്ങി നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഏതെങ്കിലും സെർച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കിട്ടാത്തൊരു കാലത്ത് നിന്നാണ് അതിഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോഴാണെങ്കിൽ 1 മിനിറ്റൊന്നും വേണ്ട ഒരു സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ. അത്ര ഫാസ്റ്റായിട്ട് സാങ്കേതികവിദ്യ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സാങ്കേതികവിദ്യ മാറുമ്പോൾ അതിനൊപ്പം ഏറ്റവും സജീവമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള പ്രസ്ഥാനങ്ങൾ വേണം, കമ്പനികൾ വേണം. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഡിജിറ്റൽ കണക്ടിവിറ്റി ഉണ്ട്. ഡിജിറ്റൽ കണക്ടിവിറ്റി ഇല്ലാത്ത ചില പ്രദേശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് കേരളം മാത്രമാണ് ഓൺലൈനായിട്ട് വീടുകളിലിരിക്കുകയായിരുന്നു. കുറേ കുട്ടികൾ നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല ആ സമയത്ത്, അല്ലേ? 2 വർഷം സ്കൂളിൽ പോകാത്ത രീതി കാണും. കാരണം കോവിഡ് വന്നത് ഒരു 4-5 വർഷം മുമ്പ്, 2 വർഷക്കാലം. ഇപ്പം ഞാനൊക്കെ മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ഇപ്പം 4 വർഷമായി. ആ സമയത്ത് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്, ഗവൺമെൻറ്റിൻ്റെ സ്കൂളുകൾ തുറക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കുട്ടികളിങ്ങനെ പഠിക്കും. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഓൺലൈൻ എഡ്യൂക്കേഷനാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ കമ്പ്യൂട്ടറും, അവർക്ക് ലാപ്ടോപ്പ്, ചെറിയ ഡെസ്ക്ടോപ്പ്, ചെറിയ ടാബും മൊബൈൽ ഫോണും ഒക്കെ ജനകീയമായി തന്നെ ഇല്ലാത്തവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. അപ്പം അന്ന് വരെ കുട്ടികൾ SLC ഒക്കെ കഴിഞ്ഞ് +2 കുട്ടികളൊക്കെ SLCക്കാർ കൊണ്ടുപോയില്ല, മൊബൈലും കൊണ്ട് വീട്ടിൽ ക്ലാസ്സിൽ പോയാൽ രക്ഷകർത്താക്കളെ വിളിപ്പിക്കുമായിരുന്നു. ഫോൺ കൊണ്ടുപോകാൻ പാടില്ല ക്ലാസ്സിൽ. പക്ഷേ കോവിഡ് വന്നതിന് ശേഷം ഫോണില്ലാത്ത കുട്ടികളെ രക്ഷകർത്താക്കൾ വിളിപ്പിക്കുമായിരുന്നു. കാരണം ഓൺലൈൻ ആയപ്പോഴത്തേക്ക് ഇത് സാർവത്രികമായി. അന്നാണ് ഇത്രയും ഈ ഓൺലൈൻ സംവിധാനം വ്യാപകമാകുന്നത്. അപ്പോൾ അന്ന് ഓൺലൈൻ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ കേരളത്തിലെ കുറേ സ്ഥലങ്ങളിൽ ഡിജിറ്റൽ കണക്ടിവിറ്റി ഇല്ല. ഉദാഹരണം, ഇപ്പം ഇടമലക്കുടി അങ്ങനെയൊക്കെയുള്ള ട്രൈബൽ മേഖല എല്ലാ ജില്ലയിലും അപൂർവം ചില സ്ഥലങ്ങളുണ്ടായിരുന്നു.
അവിടെയും കൂടി ഡിജിറ്റൽ കണക്ടിവിറ്റി ഉണ്ടാക്കി എന്നുള്ളതാണ് ആ ഘട്ടത്തിലെ പ്രത്യേകത. ഇന്നിപ്പോൾ ഏത് റൂറൽ മേഖലയിലിരുന്നും നമുക്ക് ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് 100% നമുക്ക് ആ കണക്ടിവിറ്റി എത്താൻ പറ്റി കേരളത്തിൽ. അതിന് സർക്കാർ മേഖല മാത്രമല്ല, സ്വകാര്യ മേഖലയുടെ ഇപ്പോൾ ACV പോലെയുള്ള പല പ്രസ്ഥാനങ്ങളുടെ വലിയ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ടെന്താ, കേരളം ഏത് സ്ഥലത്തുനിന്നും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ജോലികൾ ചെയ്യാൻ പറ്റുന്ന റൂറൽ ഹബ്ബുകളും നമുക്ക് പറ്റും. കേരളത്തിൽ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ വിപ്ലവം വന്നതിന് ശേഷം നമുക്ക് ടെക്നോ പാർക്ക് തുടങ്ങി, പിന്നീട് ഇൻഫോ പാർക്ക് തുടങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ IT മേഖലയിലെ ഒരു കളക്റ്റീവായ സ്ഥാപനം തുടങ്ങുന്നത് കേരളത്തിലാണ്. ഇന്നിപ്പോൾ ബാംഗ്ലൂരും ഹൈദരാബാദും മറ്റ് നഗരങ്ങളും ഒക്കെ വളരെ മുന്നിലുണ്ട്, ചെന്നൈയൊക്കെ ഉണ്ടെങ്കിലും ഫസ്റ്റ് IT പാർക്ക് ഇൻ ദ കൺട്രി ഫസ്റ്റ് സ്റ്റാർട്ടഡ് അത് നമ്മുടെ EK നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അത് തുടങ്ങുന്നത്, യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമെടുത്ത്. ആ ടെക്നോ പാർക്ക് നിങ്ങൾക്കറിയാം, ആ സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. എന്നാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മളെക്കാളും വരുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ വരും. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, റീജിയണൽ സ്ഥലങ്ങളിൽ ചെറിയ പട്ടണങ്ങളിലും IT ഡെവലപ്മെൻറ്റ് നടക്കും. കാരണം കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റി മാത്രം പോരാ, നല്ലപോലെ കഴിവുള്ള വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളും വേണം. അത് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. അതിനെ നന്നായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ സ്ഥലം, എൻ്റെ മണ്ഡലം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിൽ സോഹോ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ, വലിയ കമ്പനിയാണ്, അവർ ഇൻ്റർനാഷണൽ കമ്പനിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു, ഇന്ത്യയിലെ മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ ഇമെയിലുകളും സോഹോ മെയിലിലേക്ക് മാറുന്നു. അത് വലിയ അത്രയും ചെയ്യുന്നൊരു കമ്പനിയാണ്. അവരുടെ ഒരു വാട്സാപ്പ് പോലെ അരട്ടൈ എന്ന് പറയുന്ന ഒരു, ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് ഡൗൺലോഡ് ചെയ്ത്, അരട്ടൈ എന്ന് പറയുന്ന വാട്സാപ്പിന് തുല്യമായ നമ്മുടെ മെസ്സഞ്ചർ സംവിധാനം, വാട്സാപ്പ് പോലെ. അത് ഒക്കെ ഇന്നിപ്പോൾ ശ്രീധർ വെമ്പുവാണ് അതിൻ്റെ സ്ഥാപക, മൂന്ന് സ്ഥാപകരിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കിടക്കുന്നുണ്ട്. കഴിഞ്ഞൊരാഴ്ചയായിട്ട് 100 ടൈംസാണ് ഓരോ ദിവസവും പുതിയതായിട്ട് ആളുകൾ ചേരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒക്കെയുള്ളൊരു കമ്പനി, കൊട്ടാരക്കര എന്ന് പറയുന്നൊരു പ്രധാന ടൗൺ അല്ലല്ലോ, സെക്കൻഡ് മുനിസിപ്പാലിറ്റി എന്നൊക്കെയല്ലേ ഉള്ളൂ. അവിടെ ഒരു കമ്പനി അവരുടെ 250 പേര് വർക്ക് ചെയ്യാവുന്ന ഒരു 4 ഏക്കർ ക്യാമ്പസ് തുടങ്ങി, കൂടുതൽ വ്യാപനം വരികയാണ്. R&D സെൻറ്റർ അവിടെ തുടങ്ങി. അങ്ങനൊരു സ്ഥലത്തേക്ക് ഇത് വരാൻ പറ്റുന്നത്, ഒന്നാമത്തെ കാര്യം അവിടെ നല്ലതുപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന, അവർ നല്ല സ്റ്റാൻഡേർഡിൽ നോക്കിയിട്ടായിരിക്കും എടുക്കുക, അതിന് പറ്റുന്ന പുതിയ വർക്ക് ഫോഴ്സ് ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുണ്ട്. രണ്ടാമത്തെ കാര്യം അവിടെ നല്ല കണക്ടിവിറ്റി വേണം, റോഡും റെയിൽ കണക്ടിവിറ്റിയും എയർപോർട്ടിലേക്ക് പോകാനും ഒക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് എത്താവുന്ന സ്ഥലമായിരിക്കണം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെറ്റിൻ്റെ കണക്ടിവിറ്റിയാണ്. ഒന്നാമത്തെ എന്തായാലും പറയാം, അതെല്ലാ സ്ഥലത്തും ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അത് അവിടെ മാത്രമല്ല, ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കാറുണ്ട് ബഡ്ജറ്റിൽ. കഴിഞ്ഞ 4 വർഷം ഞാൻ പറഞ്ഞിരുന്നു. കാരണം കേരളത്തിലെ പുതിയ പല മാറ്റങ്ങൾ വരുന്നു, പുതിയ തലമുറ വരുന്നതിൻ്റെ കാര്യമായിട്ടാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞിരുന്നു, കേരളത്തിൽ സുൽത്താൻ ബത്തേരി, എവിടെയാണ്, വയനാടാ, ബത്തേരിയിൽ 100 പേര് വർക്ക് ചെയ്യുന്നൊരു IT പാർക്കുണ്ട്. ചാലക്കുടിയിൽ ഒരെണ്ണമുണ്ട്. ഇങ്ങനെ മഞ്ചേരിയിലുണ്ട്. പിന്നെ പാലക്കാടിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള മറ്റു ചില സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ ഞാനീ പറഞ്ഞ കൊട്ടാരക്കര പോലുള്ള സ്ഥലമുണ്ട്. ഇവിടെ പല സ്ഥലത്തും കാട്ടാക്കടയാണ് അത്തരം കാര്യങ്ങൾ വരാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഗവൺമെൻറ് നേരെ ഉയർത്തിയ പാർക്കല്ല, വേറെ കുറേ പാർക്കുകളുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പ്രധാന സിറ്റീസിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളൊന്നും തുടങ്ങിയതാണ്. അപ്പോൾ തുടങ്ങിയപ്പോൾ അവിടെ അത് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ചാലക്കുടിയിലെ ഒരു IT പാർക്കുണ്ട്. അവിടെ രണ്ടാമത്തെ IT പാർക്ക് അവർ പുതിയ ബിൽഡിംഗ്, ചെറുതാണ്, 100 പേര് വർക്ക് ചെയ്യുന്നത്. അടുത്തൊരു 150 പേര് വർക്ക് ചെയ്യുന്നതിൻ്റെ ബിൽഡിംഗ്, അതിൻ്റെ ആ ഉദ്ഘാടനത്തിന് ഞാനാണ് പോയിരുന്നത്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നു എന്നുള്ളത്, നമ്മുടെ നാട് ലോകത്തെ എല്ലാ വലിയ നഗരങ്ങളിൽ ചെയ്യാവുന്നത്ര സൗകര്യം നമ്മുടെ നാട്ടിൻപുറത്തുണ്ട് എന്നുള്ള കാര്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും പറയുന്നത്. ആലപ്പുഴയിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വി കൺസോൾ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലൊരു ആപ്ലിക്കേഷൻ, ജോയി എന്ന് പറയുന്ന TKM കോളേജിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ, അവരുടെ സ്യൂട്ട് ഫോർ വീഡിയോ കോൺഫറൻസിങ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ അവരുടെ അത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം സീക്രസി, നമുക്കിപ്പം ഗൂഗിൾ, നിങ്ങൾക്ക് പലതും അറിയാം, ഗൂഗിളിൻ്റെ ഒക്കെ നമ്മൾ ഇല്ലേ, ഈ വീഡിയോ കോൺഫറൻസിങ് ഉപയോഗിക്കില്ലേ, പല സ്യൂട്ടുണ്ടല്ലോ, ഗൂഗിളിൻ്റെ ഉണ്ട്, മറ്റു പലതും ഉണ്ട്. പക്ഷേ ഇത് ഇവരുടെ ഒരു പ്രൊപ്രൈറ്ററി സാധനമാണ്. ഇവരാണത് ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സീക്രസി നിലനിൽക്കും. ഇപ്പോൾ സാംസങ്, എന്നോട് കഴിഞ്ഞ ദിവസം ജോയി സെബാസ്റ്റ്യൻ എന്നാണ് എൻ്റെ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള അത് ഇൻവെൻറ്റ് ചെയ്ത ചെറുപ്പക്കാരൻ്റെ പേര്. ജോയി എന്നോട് പറഞ്ഞു, സാംസങ്ങിൻ്റെ ഒരു എഗ്രിമെൻ്റ് ഉറപ്പിട്ടു. സാംസങ്ങിന് അടുത്ത ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഗൂഗിൾ മീറ്റ് പോലെ സാംസങ്ങിനകത്ത് വരുന്ന, കുട്ടികൾക്ക് കൂടുതൽ അറിയാം, നിങ്ങളിപ്പം ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട്, അതിനകത്ത് വരുന്നതിന് ഇവരുടെ ഈ പ്രൊഡക്റ്റ്
അവർ എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ലോകത്താകെയുള്ള വീഡിയോ കോൺഫറൻസിങ്ങിനുള്ള സംഗതി ഡെവലപ്പ് ചെയ്തത് നമ്മുടെ നാട്ടിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച് ഇതേപോലൊരു റിമോട്ടായ സ്ഥലത്തുനിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവിടെ അവർക്ക് IT പാർക്കുണ്ട്. നേത്ര സെമി എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ കമ്പനിയെ ഈ അടുത്ത സമയത്ത് ഈ സോഹോ കമ്പനി അവർ 117 കോടി മറ്റോ നിക്ഷേപിച്ചു. അപ്പോൾ ഇന്ത്യയുടെ IT മിനിസ്റ്റർ പറഞ്ഞു, the biggest investment in any semiconductor company is happened in Kerala. The investment to the Netra Semiconductor ആയിരിക്കും. 3 പേരെ തുടങ്ങി. അതിനകത്ത് 2 പേര് ഭാര്യയും ഭർത്താവുമാണ്. അവരിവിടെ പഠിച്ചിട്ട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് പുറത്തൊക്കെ പോയി ജോലി തിരിച്ചു വന്നു. 2 പേര് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള പുത്തൂരുകാരാണ്, വില്ലേജാണ്. അപ്പം നമ്മുടെ അത് ഈ പറഞ്ഞ സെമി കണ്ടക്ടർ വളരെ സമയമെടുക്കുന്നതാണ്. ചിപ്പ് മേക്കിംഗ് ഒക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ അതിന് പറ്റുന്ന ടെക്നിക്കൽ കാര്യങ്ങളും കണക്ടിവിറ്റിയുണ്ട്. ലോകത്തേക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലൊരു മീറ്റിങ്ങിൽ ചേരുമ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലർ പറഞ്ഞാൽ ഞാൻ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്നു, UK, കാനഡയിൽ പോകുന്നു, അത് കഴിഞ്ഞ് ജോലിയും കിട്ടും. ഇപ്പോൾ അത്രയും പേര് പറയുന്നുണ്ടോ? രക്ഷകർത്താക്കളുണ്ടല്ലോ കൂടെ. എന്താ അവിടെ സാച്ചുറേറ്റഡ് ആണ്, അവിടെ ജോലിയില്ല. പോകുന്ന ജോലിയൊന്നും വലിയ ജോലിയല്ല, ഈവൻ കെയർ ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുകയാണ്. പക്ഷേ ശമ്പളം കിട്ടും. ഈ ലോൺ 10-30 ലക്ഷം രൂപയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. നല്ല യൂണിവേഴ്സിറ്റി കാണും, തല്ലിപ്പള്ളി യൂണിവേഴ്സിറ്റി കാണും. പക്ഷേ അവിടെ പോകുന്നതിൻ്റെ ഒരു ഹരത്തിലാണ്. അപ്പോൾ അന്ന് കുറേ പേര് പറഞ്ഞു, കേരളത്തിൽ എഡ്യൂക്കേഷനൊന്നും നിലവാരമില്ല, അതുകൊണ്ട് എല്ലാവരും പുറത്തു പോവുക. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ സാച്ചുറേറ്റഡായി, ജോലി കിട്ടുന്നില്ല. ഈ പോയ പലരും ചേർന്ന കോഴ്സുകൾക്ക് അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ജോലി കിട്ടുമെന്ന് വെച്ചൊന്നും കിട്ടുന്നില്ല. പക്ഷേ അതേ സമയത്ത് മറുവശത്ത് നമ്മളിവിടെ ധാരാളം സാധ്യതകൾ വരുന്നു എന്ന കാര്യം നിങ്ങളുടെ മുന്നേ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരുടെ മുന്നേ പറയാനാ? നിങ്ങളുടെ മുന്നിലാണല്ലോ പറയേണ്ടത്. നിങ്ങൾക്ക് ഇത്രയും സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ സാധ്യതകൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നേരത്തെ ഇവിടെ അധ്യക്ഷൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഒരു ആഫ്റ്റർ 10 years സം ഓഫ് യു വിൽ ബി ഹിയർ, യു വിൽ ബി പ്രൊവൈഡിങ് ഓർ ഹെൽപ്പിംഗ് ടു give CSR to some of the students at that time. അതൊരു ഡ്രീമൊന്നുമല്ല. ഇറ്റ് ക്യാൻ ബി പോസിബിൾ ബിക്കോസ് we have the biggest port one of the biggest port in the country in Kerala, in Vizhinjam. All the development in the world has happened around big port cities. നിങ്ങൾ നോക്കിക്കോളൂ, ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങളെല്ലാം ഏറ്റവും വലിയ പോർട്ടിലാണ്. ഏറ്റവും വലിയ പോർട്ടാണെന്ന് ഞാൻ പറഞ്ഞത്, ലോകത്തെ ദ ബിഗസ്റ്റ് ഷിപ്പ് ഇൻ ദ കൺട്രി ഇൻ ദ വേൾഡ് ഈസ് ഹാവിങ് ദ കപ്പാസിറ്റി ഓഫ് 3 lakh tons TEU ആണ്. 3 lakh ടൺ കൊണ്ടുപോകുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 കണ്ടെയ്നർ കയറ്റാം. 25,000 കണ്ടെയ്നർ പറഞ്ഞാൽ 25,000 ലോഡ് സാധനങ്ങൾ ഒരു കപ്പലെ കയറ്റാവുന്ന, അത്രയും വലിയ കപ്പലെടുക്കാവുന്ന 10-15 തുറമുഖങ്ങളെ ലോകത്തുള്ളൂ. ആ തുറമുഖത്തിലൊന്ന് നമ്മുടെ കേരളത്തിൽ വിഴിഞ്ഞത്താണ്. അത് കേരള ഗവൺമെൻറ് വേറെ ഫണ്ടൊന്നും കിട്ടാനില്ല. ധനകാര്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഫണ്ടുകളൊന്നും കിട്ടിയില്ല. പക്ഷേ നമ്മൾ അതിനു വേണ്ടി ഈ പല ഡിഫിക്കൽറ്റിക്കകത്തും പണം കൊടുത്തിട്ടാണ് പോർട്ട് വന്നത്. പോർട്ട് വന്നാൽ അതുകൊണ്ട് കാര്യമില്ല, ധാരാളം അനുബന്ധമായ കാര്യങ്ങൾ വരണം. പക്ഷേ ഈ ഭാഗത്തെല്ലാം ഡെവലപ്മെൻറ്റ് വരും. അപ്പോൾ ഇതൊന്നും ഒരു ഡ്രീമല്ല. വാസ്തവത്തിൽ ഓൾ ദീസ് തിങ്സ് ക്യാൻ ഹാപ്പൻ ബിക്കോസ് യു ഹാവ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ CSR ഫണ്ടിൽ നിന്ന് ലാപ്ടോപ്പ് കിട്ടാമെന്നല്ല, ഇത് നമ്മുടെ നാട്ടിൽ പുതിയ തരത്തിലുള്ള വെല്ലുവിളികൾ പലതും നമ്മൾ നേരിടുക. നേരത്തെ ഞാൻ പറഞ്ഞ തൊഴിലിന് പഠിക്കാൻ പോയത് മാത്രമല്ല, അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ H1B1 വിസ അല്ലേ, $1 ലക്ഷം അതിന് ഫീസ് എന്ന് പറഞ്ഞാൽ 90 ലക്ഷം രൂപ അല്ലെ 1 കോടി രൂപ. സോ ഇവിടെ നിന്നുള്ള ആളുകൾക്ക് വി ക്യാൻ ഡെവലപ്പ് ഓൾ ദീസ് തിങ്സ്. നമുക്ക് ഇത് മറ്റു പലത്തിൽ ഞാൻ പറഞ്ഞ IT സോഫ്റ്റ്വെയർ മാത്രമൊന്നുമല്ല, എനി കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കത് പറ്റും എന്ന നിലയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നലെ കണ്ടു, മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിനിപ്പോൾ 100% ടാക്സ് ഏർപ്പെടുത്തി അമേരിക്ക. ലോകത്താകെ പല സ്ഥലത്തും വളരെ സങ്കീർണമായ പല പ്രശ്നങ്ങളുണ്ട്, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അത് ജോലിയെ ബാധിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. പക്ഷേ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പ്രത്യേകത എന്താ? നമ്മൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയാൽ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, വി ഹാവ് ടു സെൽ ഇറ്റ്, ഇല്ലേ? മാർക്കറ്റ് വേണ്ടേ? ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയാണ്. ഏറ്റവും ജനസംഖ്യയുള്ള പർച്ചേസിങ് പവറുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രാജ്യം പോലെ, ഇപ്പോൾ സിംഗപ്പൂർ ഉണ്ടാക്കുന്നു, സിറ്റി സ്റ്റേറ്റാണ്.
അല്ലെ കൊറിയ, കുറച്ച് ജനസംഖ്യയുള്ളൂ, ലോകത്തേക്കെല്ലാം വിടണം. നമുക്ക് ലോകത്തേക്ക് വിടാം, പക്ഷേ വി ആർ ഹാവിങ് എ വെരി ഹ്യൂജ് പോപ്പുലേഷൻ ഹു ക്യാൻ പർച്ചേസ് മെനി ഓഫ് ദ തിങ്സ്. നമ്മുടെ ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചലഞ്ചിൻ്റെ കാലത്താണ് നമ്മൾ പഠിക്കുന്നത്, നിങ്ങൾ പഠിക്കുന്നത്, പഠിക്കാൻ പോകുന്നത്, ഫ്യൂച്ചറിലേക്ക് പോകുന്നത്. ആ ചലഞ്ചിനെയൊക്കെ നേരിടാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ നാട്ടിൽ ഇത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന എല്ലാ സാഹചര്യമുണ്ട്. അതെല്ലാ മേഖലയിലും, അത് എഡ്യൂക്കേഷൻ, അത് ആർട്സ് ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും ഈ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുള്ള, വെല്ലുവിളികളുള്ളൊരു കാലഘട്ടത്തിലാണ് സാധ്യതകൾ വരിക. വെല്ലുവിളി ഉണ്ടെന്നുള്ളത് കറക്റ്റാണ്. ആ വെല്ലുവിളി വരുമ്പോഴാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു, കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും എല്ലായിടത്തും ഡിജിറ്റൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാകുമായിരുന്നോ? എല്ലാ കുട്ടികൾക്കും പരമാവധി ഡിജിറ്റൽ ഡോക്യുമെൻ്റ് വേണം എന്ന് തീരുമാനിച്ചത് കോവിഡ് ഉണ്ടാക്കിയ ഒരു വെല്ലുവിളി കൊണ്ടാണ്. അപ്പോൾ വെല്ലുവിളികളെ സാധ്യതകളാക്കി മാറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വെല്ലുവിളികളെ ഒരു ചെറിയ തരത്തിലായാലും വലിയ തരത്തിലായാലും വെല്ലുവിളികളെ നേരിട്ട് കൊണ്ട് പോകാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു തലമുറയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ മികവിനായിട്ട് കിട്ടുന്ന ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും സമൂഹത്തിൻ്റെയും മുന്നോട്ട് പോക്കിന് സഹായകരമായി മാറേണ്ടതാണ്. അതിന് എല്ലാ പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല വിജയം ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഷഹ്ന എസ്, ഗവൺമെൻറ് HSS ആര്യനാട്. Then Mithun, Government HSS ആര്യനാട്. Then Abhijit S, Government HSS ആര്യനാട്. Then Abhirami BS, Government HSS ആര്യനാട്. Then Afsal S, Government HSS ആര്യനാട്. Then Al Arif SS, Government HSS ആര്യനാട്. Then Alpha SA, Government HSS ആര്യനാട്. Parvati PR, a new HSS നെല്ലിമൂട്. Then Abhijit Saiju, new HSS നെല്ലിമൂട്. അക്ഷയ AS, new HSS നെല്ലിമൂട്. അഖില SB, new HSS നെല്ലിമൂട്. നമിത BR, new HSS നെല്ലിമൂട്. ജിഫ്ന J, new HSS നെല്ലിമൂട്. രേഷ്മ S, new HSS നെല്ലിമൂട്. അമൃത സജികുമാർ, മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. മീനു M, GHSS മുട്ര. അഭിരാജ്, GHSS മുട്ര. സാന്ദ്ര S നായർ, ഗവൺമെൻറ് HSS മുട്ര. അവിനാഷ്, ഗവൺമെൻറ് HSS മുട്ര. അവിനാഷിന് വേണ്ടി അവിനാഷിൻ്റെ അമ്മയാണ് കളക്ട് ചെയ്യുക. ദെൻ തേജ് കൃഷ്ണ, MMHSS നെല്ലിമൂട്. മേഘ S, ഗവൺമെൻറ് HSS തഴവ. സുബ്ഹാന SS, ഗവൺമെൻറ് HSS വാളത്തുങ്കൽ. ആദർശ് P, ഗവൺമെൻറ് HSS മുട്ര. ഗൗരിനന്ദ, ഗവൺമെൻറ് HSS ആര്യനാടാണ്. കൺഗ്രാജുലേഷൻസ്. ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്നേഹോപകാരം MD ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൈമാറുകയാണ്.